ഗസ രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നെങ്കിലും അവ്യക്തതകൾ ബാക്കി. ഗസയിൽ നിന്നുള്ള ഇസ്രായേൽ സൈനിക പിന്മാറ്റവും റഫ അതിർത്തി തുറക്കലും സംബന്ധിച്ച കൃത്യമായ തീരുമാനമായിട്ടില്ല. രണ്ടാം ഘട്ട വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കിയതിനെ യുഎന്നും ലോകരാജ്യങ്ങളും സ്വാഗതം ചെയ്തു. ഇടക്കാല സമാധാന ഭരണസമിതിയുടെ ആദ്യ യോഗം അടുത്തയാഴ്ച സ്വിറ്റ്സർലാൻഡിൽ നടക്കും. അവസാന ബന്ദിയുടെ മൃതദേഹം ഉടൻ കൈമാറിയില്ലെങ്കിൽ പ്രത്യാഘാതമുണ്ടാകുമെന്ന് ഇസ്രായേൽ അറിയിച്ചു. ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 7 പേർ കൂടി കൊല്ലപ്പെട്ടു. MCA നാസർ വിവരങ്ങൾ നൽകാനായി തുടരുന്നുണ്ട്. നാസർ, രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു എന്ന് പറയുന്നത് സമാധാനകരം തന്നെയാണ്. അത് ലോകരാഷ്ട്രങ്ങൾ സ്വാഗതം ചെയ്യുന്നുമുണ്ട്. പക്ഷേ അപ്പോഴും അവ്യക്തതകൾ നിരവധി ബാക്കിയാണല്ലോ. അമൃത, തീർച്ചയായിട്ടും. കാരണം ഇന്നലെയാണ് ഔദ്യോഗികമായിട്ട് അമേരിക്കൻ നേതൃത്വം ഇത് പ്രഖ്യാപിച്ചത്. കാരണം ഒക്ടോബർ 10 ആദ്യഘട്ട വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. അത് പിന്നിട്ടിപ്പം 3 മാസം പിന്നിടുന്ന ഒരു ഘട്ടത്തിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ ഇന്നലെ മുതൽ യാഥാർത്ഥ്യമായി എന്ന് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫാണ് ഔദ്യോഗികമായിട്ട് വെളിപ്പെടുത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരമൊരു നീക്കത്തെ ലോകരാജ്യങ്ങളൊക്കെയും സ്വാഗതം ചെയ്തു. UN സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് ഉൾപ്പെടെയുള്ളവരും ഏറ്റവും ആഹ്ലാദകരമായിട്ടുള്ളൊരു വാർത്തയാണിതെന്ന് വ്യക്തമാക്കി. പക്ഷേ ഇപ്പോൾ അല്പം മുമ്പ് വന്ന റിപ്പോർട്ട് പ്രകാരം റഫയിലെ ദേർ ബലാഹിൽ നടന്ന ആക്രമണത്തിൽ 7 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. കാരണം പിന്നിട്ട 3 മാസത്തിലധികം ഈ വെടിനിർത്തൽ കരാർ ഉണ്ടായിരുന്നു. അതിൻ്റെ മറവിൽ പോലും നിഷ്ഠുരമായിട്ടുള്ള കൂട്ടക്കുരുതികളാണ് ഇസ്രായേൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കുരുതിക്ക് ഒരു അന്ത്യം കുറിക്കാനോ ഇസ്രായേലിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ അമേരിക്കൻ നേതൃത്വത്തിനോ മധ്യസ്ഥ രാജ്യങ്ങൾക്കോ സാധിക്കുന്നില്ല. അപ്പോൾ ഈ പ്രഹസന സ്വഭാവത്തിലാണെങ്കിലും ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു എന്ന് ഔദ്യോഗികമായിട്ട് നമുക്ക് പറയാം. പക്ഷേ പ്രയോഗതലത്തിൽ ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥകൾക്ക് ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള അവസ്ഥ. ഇതിൽ നേരത്തെ അമൃത സൂചിപ്പിച്ചതുപോലെ തന്നെ തികഞ്ഞ അവ്യക്തതകളാണുള്ളത്. ഇപ്പം ഹമാസിനെ നിരായുധീകരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണെന്ന് പറയുന്നു. പക്ഷേ അതേസമയം റഫ അതിർത്തി തുറക്കുക എന്നത് കരാറിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞ കാര്യമാണ്. ഇപ്പോഴും റഫ അതിർത്തി തുറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ താൽക്കാലിക ടെന്റുകൾ നഷ്ടപ്പെട്ട മനുഷ്യർ പോലും അല്ലെങ്കിൽ ഈ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ ഉപകരണങ്ങൾ എത്തിക്കണമെന്ന അഭ്യർത്ഥന അതൊക്കെയും തള്ളപ്പെടുകയാണ്. അത്തരമൊരു സാഹചര്യം ഒരു ഭാഗത്ത്. അതോടൊപ്പം തന്നെയാണ് യുദ്ധാനന്തര ഗസ നേരിടുന്ന ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥകൾ, പ്രകൃതിക്ഷോഭം മൂലം രൂപപ്പെട്ടിരിക്കുന്ന ഏറ്റവും ഗതികെട്ട അവസ്ഥകൾ. ഇതൊക്കെയും നിലനിൽക്കെ ഇത് മറികടക്കാനോ ആ ജനങ്ങൾക്ക് ഏറ്റവും മിനിമമായ തോതിലുള്ള ഒരു മാനുഷിക സഹായം എത്തിക്കാനുള്ള പോലും സംവിധാനങ്ങൾ ഉണ്ടായിട്ടില്ല. ഒരു താൽക്കാലിക ഭരണസമിതിക്ക് രൂപം നൽകിയതായിട്ട് ഇന്നലെ സ്റ്റീവ് വിറ്റ്കോഫ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ 15 അംഗ ഭരണസമിതിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ആരൊക്കെ ആയിരിക്കും അതിലെ വ്യക്തികൾ എന്നത് സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള ഒരു തീർപ്പ് വന്നിട്ടില്ല. ബൾഗേറിയൻ നയതന്ത്രജ്ഞനായ നിക്കോളായ് മ്ലഡ്ഗോവ് ഇതിൽ ഒരു അംഗമാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ US പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ഉണ്ട്. അമേരിക്കൻ വൈറ്റ് ഹൗസ് ഉപദേശകനും ട്രംപിന്റെ മരുമകനുമായ ജറദ് കുഷ്നർ ഈ സമിതിയിൽ ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെ 15 പേരുൾപ്പെട്ട ഈ സമിതിക്ക് ഹമാസും അതോടൊപ്പം തന്നെ ഇസ്രായേലും അംഗീകാരം നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഭരണം അവരിലേക്ക് മാറുക എന്നത് ഇതിൻ്റെ ആദ്യഘട്ടം മാത്രമാണ്. പക്ഷേ തുടർന്നുള്ള ഘട്ടങ്ങൾ ഏതൊക്കെയായിരിക്കും? ഹമാസിൻ്റെ നിരായുധീകരണം നടക്കുമ്പോൾ തന്നെ അന്താരാഷ്ട്ര സേനയുടെ വിന്യാസം എപ്പോൾ നടക്കും, ഏത് സ്വഭാവത്തിലായിരിക്കും എന്നത് സംബന്ധിച്ച പല ചോദ്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും നിരവധിയാണ്. ഈ പറഞ്ഞതുപോലെ ഹമാസിന്റെ നിരായുധീകരണം, അതുപോലെ തന്നെ സൈന്യം എന്ന് പിന്മാറും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ നേരത്തെ നാസർ സൂചിപ്പിച്ചല്ലോ, അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് അത് വളരെ ദയനീയമാണ്. അവശ്യ സംവിധാനങ്ങളൊന്നും തന്നെയില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല, അങ്ങനെ വലിയ അർത്ഥത്തിൽ അവർ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ അവർക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ലഭ്യമാകേണ്ടതുണ്ട്. ഈ റഫ അതിർത്തി തുറക്കുന്ന കാര്യത്തിലെങ്കിലും ഒരു തീരുമാനമാകേണ്ടതല്ലേ നാസർ? തീർച്ചയായിട്ടും. അതിൽ ഈ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും തികഞ്ഞ അവ്യക്തതയും സങ്കടകരമായിട്ടുള്ള അവസ്ഥയും അതാണ്. കാരണം ആദ്യഘട്ട വെടിനിർത്തലിൻ്റെ ഒക്ടോബർ 10 നിലവിൽ വന്ന അതിൽ കൃത്യമായിട്ട് പറഞ്ഞതാണ് റഫ അതിർത്തി തുറക്കും, റഫ അതിർത്തിയിലൂടെ നിത്യം 600 ട്രക്കുകളെങ്കിലും ഗസയിലേക്ക് എത്തിക്കുമെന്ന്. ഇപ്പോൾ ഇതുവരെയുള്ള ഈ 3 മാസം പിന്നിടുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ കണക്ക് കൂട്ടിയാൽ ഈ അനുവദിച്ച അല്ലെങ്കിൽ ഈ കരാറിൽ പറഞ്ഞ ട്രക്കുകളുടെ 4/1 പോലും ഗസയിലേക്ക് എത്തിയിട്ടില്ല. 20 ലക്ഷത്തിലധികം മനുഷ്യരാണെന്നുള്ളത്. അതിന് പുറമെയാണ് യുദ്ധാനന്തര കെടുതികൾക്ക് പുറമെയാണ് പ്രകൃതിക്ഷോഭം വരുത്തിവെച്ച വലിയ വിനകൾ. ഏതാണ്ട് ലക്ഷങ്ങളാണ് ഇപ്പോൾ ഈ ടെൻറ്റുകൾ പോലും ഇല്ലാതെ കഴിഞ്ഞുകൂടുന്നൊരവസ്ഥയുള്ളത്. അതോടൊപ്പം തന്നെ പകർച്ചവ്യാധി പകരുന്ന ഒരു സാഹചര്യമുണ്ട്. കുടിവെള്ളമോ അതോടൊപ്പം തന്നെ മരുന്ന് ഉൽപ്പന്നങ്ങളോ മറ്റു ഉപകരണങ്ങളോ ഗസയിലേക്ക് എത്തിക്കുന്നില്ല.
അപ്പോൾ ഇക്കാര്യത്തിൽ പിന്നെ റഫ അതിർത്തി തുറക്കാതെ ഈ കാര്യങ്ങൾ നടക്കുകയില്ല എന്ന കാര്യം വ്യക്തമാണ്. പക്ഷേ ഇന്നലെ സ്റ്റീവ് വിറ്റ്കോഫിനോട് മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അക്കാര്യം ഇസ്രായേലാണ് തീരുമാനിക്കേണ്ടതെന്നാണ്. തങ്ങൾ പിന്നെ മുൻനിർത്തി തങ്ങൾ രൂപപ്പെടുത്തി മധ്യസ്ഥ രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി ഹമാസും ഇസ്രായേലും കയ്യൊപ്പ് പതിച്ച ഒരു കരാറാണിത്. ഈ കരാർ നടപ്പാക്കേണ്ട ബാധ്യത ഉത്തരവാദിത്തം അമേരിക്കക്ക് കൂടിയുള്ളതാണ്. പക്ഷേ അത് ഇസ്രായേലാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ 75 വർഷങ്ങളിലധികമായി തുടരുന്ന ഇസ്രായേലിന് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു അമേരിക്കൻ സമീപനം ഒരിക്കൽ കൂടി ഈ രണ്ടാം ഘട്ട കരാറിലും വെളിപ്പെടുകയാണ്. പക്ഷേ ഈ ഇരകളെ സംബന്ധിച്ചിടത്തോളം, പ്രയാസം അനുഭവിക്കുന്ന പലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നൊരു അവസ്ഥ കൂടിയാണ് ഇതിലൂടെ രൂപപ്പെട്ടിരിക്കുന്നത്.